ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ജോലിയിൽ ഭയങ്കര ബിസിയായിരിക്കും അല്ലേ? പക്ഷേ ഈ ബിസിയായിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വെറുതെ തിരക്ക് പിടിക്കുന്നതിന് പകരം നമ്മുടെ കരിയറിലെ എങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ തുടങ്ങാം അല്ലേ? അപ്പോ എന്താണ് ശരിക്കും ഒരു ജോലി ചെയ്യുന്ന ആളും ഒരു കരിയർ പടുത്തുയർത്തുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം? ഈ ചോദ്യം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ സ്വയം ചോദിച്ചിട്ടുണ്ടാവുമല്ലേ? ഉത്തരം നമ്മുടെ ചിന്താരീതിയിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുമാണ്. വെറുതെ ടാസ്കുകൾ തീർക്കുകയാണോ അതോ ദീർഘകാലത്തേക്ക് ഒരു മൂല്യമുണ്ടാക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? അപ്പോ ഇതിന്റെയൊക്കെ തുടക്കം നമ്മുടെ ചിന്തയിലൊരു മാറ്റം വരുത്തുന്നതിലാണ്. വെറുതെ പണിയെടുക്കുക എന്നതിനപ്പുറം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ലക്ഷ്യവും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയെടുക്കണം. സത്യം പറഞ്ഞാൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന എല്ലാത്തിന്റെയും ഒരു അടിസ്ഥാനം ഇതാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. രണ്ട് തരം വാല്യൂസിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഒറ്റത്തവണ കിട്ടുന്ന നേട്ടങ്ങൾ. പിന്നെ ആവർത്തിച്ചു കിട്ടുന്ന മൂല്യം. ഒറ്റത്തവണ കിട്ടുന്ന നേട്ടങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പേര് തന്നേക്കാം, പക്ഷെ അത് കുറച്ചു കാലമേ നിലനിൽക്കൂ. എന്നാൽ ആവർത്തന മൂല്യം അങ്ങനെയല്ല. അത് സ്ഥിരമായി നമുക്ക് ഗുണം ചെയ്യും, നമ്മുടെ കരിയറിനൊരു സ്റ്റെബിലിറ്റി തരും. ഈ ഒരു പുതിയ ചിന്താരീതിയുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായൊരു ഭാഗമാണ് ഈ റിക്കറിംഗ് വാല്യൂ അഥവാ ആവർത്തന മൂല്യം. നമ്മുടെ കരിയറിന്റെ വളർച്ചയുടെ എൻജിൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പൊ എന്താണ് ഈ ആവർത്തന മൂല്യം? ഇത് ഒരു തവണ ചെയ്ത് നിർത്തുന്ന ഒന്നല്ല. മറിച്ച് നിങ്ങളുടെ ടീമിനും കമ്പനിക്കും സ്ഥിരമായി ആശ്രയിക്കാൻ പറ്റുന്ന, വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റുന്ന സംഭാവനകളാണ്. ഇത് നമ്മുടെ പ്രൊഫഷണൽ കരിയറിന്റെ അടിത്തറ ശരിക്കുമങ്ങ് ഉറപ്പിക്കും. നോക്കൂ, ഈയൊരു വാചകം ഈ ആശയം മുഴുവൻ സിമ്പിളായി പറയുന്നുണ്ട്. പ്രൊഫഷണലുകൾ ചിന്തിക്കുന്നത് സിസ്റ്റങ്ങളിലാണ്, ഒറ്റപ്പെട്ട സംഭവങ്ങളിലല്ല. എന്നുവെച്ചാൽ എന്താ? ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനേക്കാൾ അത്തരം പ്രശ്നങ്ങൾ ഇനി വരാതിരിക്കാനൊരു സിസ്റ്റം ഉണ്ടാക്കുന്നതിലാണ് യഥാർത്ഥ കഴിവ്. ഒറ്റയൊറ്റ വിജയങ്ങളല്ല, വിജയകരമായൊരു സിസ്റ്റം ഉണ്ടാക്കുന്നതാണ് പ്രധാനം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്ഥിരമായി വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർക്കും മാനേജ്മെന്റിനും നിങ്ങളിലൊരു വിശ്വാസം വരും. ഉറപ്പല്ലേ? ഇത് നിങ്ങളുടെ ജോലിക്കൊരു സ്ഥിരത നൽകും. പിന്നെ സ്വാഭാവികമായും പുതിയ ലീഡർഷിപ്പ് അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം. അത് സഹകരണവും ഒരുമയുമാണ്. നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഒരു ടീമായിട്ട് എങ്ങനെ ഒരുമിച്ച് വിജയിക്കാം എന്നതിലാണ് കാര്യം. ഇവിടെ രണ്ടു തരം ചിന്താഗതികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ഉള്ളയാൾ ചിന്തിക്കുന്നത് എന്റെ ടാസ്ക് കഴിഞ്ഞു, എന്റെ പണി കഴിഞ്ഞു എന്നാണ്. പക്ഷെ ഒരു ഓണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉള്ളയാളോ, അവർ ചിന്തിക്കുന്നത് നമ്മുടെ ടീമിന്റെ ലക്ഷ്യം നടന്നോ എന്നാണ്. ഈ ഒരു ചിന്തയിലെ മാറ്റമാണ് ഒരു സാധാരണ ജീവനക്കാരനെ ഒരു ലീഡറിൽ നിന്ന് വേർതിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ കാര്യമാണ്, പക്ഷെ വളരെ പവർഫുള്ളാണ്. കമ്പനി വളരുമ്പോൾ നമ്മളും വളരും. നമ്മുടെ സ്ഥാപനത്തിന്റെ വിജയം നമ്മുടെ തന്നെ വളർച്ചയുള്ള വഴിയാണ്. അതുകൊണ്ട് കമ്പനിയുടെ വളർച്ചയെ നമ്മുടെ സ്വന്തം വളർച്ചയായിട്ട് തന്നെ കാണണം. കാരണം രണ്ടും ഒന്നോടൊന്ന് ബന്ധപ്പെട്ടാണിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലികളെ കമ്പനിയുടെ വലിയ ലക്ഷ്യങ്ങളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും വലിയൊരു അർത്ഥം വരും. ഇത് നിങ്ങളുടെ ജോലിക്ക് കൂടുതൽ ഫോക്കസ് തരും. പിന്നെ ലോങ് ടേമില് കമ്പനിയിൽ നിങ്ങളുടെ സ്ഥാനവും ഉറപ്പിക്കും. ശരി, ഇനി നമുക്ക് അവസാനത്തെ പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. ശ്രദ്ധയുടെ അച്ചടക്കം. കാരണം നല്ല ആശയങ്ങൾ മാത്രം പോരല്ലോ അല്ലേ, അത് കൃത്യമായി നടപ്പിലാക്കുകയും വേണം. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ശരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ മാത്രം എങ്ങനെ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. ഇത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ പലപ്പോഴും മറന്നു പോകുന്ന ഒന്നാണ്. തിരക്ക് എന്നാൽ പ്രൊഡക്ടിവിറ്റി അല്ല. ദിവസം മുഴുവൻ ഭയങ്കര ബിസി ആയിരുന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ആ തിരക്ക് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടായോ? അതാണ് ചോദ്യം. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പിന്നാലെ ഓടാതെ ശരിക്കും മാറ്റമുണ്ടാക്കുന്ന വലിയ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. അപ്പോൾ ഏതൊരു കാര്യം ഏറ്റെടുക്കുന്നതിനു മുൻപും ഈ 3 ചോദ്യങ്ങൾ ഒരു ഫിൽറ്റർ പോലെ ഉപയോഗിക്കാം. 1, ഇത് പ്രധാനപ്പെട്ടതാണോ? 2, ഇത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുമോ? 3, ഇത് ദീർഘകാലത്തേക്ക് എന്തെങ്കിലും മൂല്യം തരുമോ? ഈ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് നല്ല ക്ലാരിറ്റി തരും. നിങ്ങളുടെ എനർജി ശരിയായ വഴിയിലാണോ പോകുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? നിങ്ങളുടെ ഓരോ പരിശ്രമവും വെറുതെ ഒരു ബഹളമായിട്ട് തീരില്ല. പകരം അത് നല്ലൊരു റിസൾട്ടായി മാറും. നിങ്ങളുടെ ഹാർഡ് വർക്ക് എല്ലാവരും കാണാനും അംഗീകരിക്കാനും ഈ ഒരു അച്ചടക്കം നിങ്ങളെ സഹായിക്കും.
ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കമ്പനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, എല്ലാവരും ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതാണ് ഈ ചർച്ചയുടെ ഒരു രത്നചുരുക്കം. അപ്പോൾ നോക്കൂ, ഇതാണ് ഒരു വിലപ്പെട്ട പ്രൊഫഷണലിന്റെ പ്രധാന ഗുണങ്ങൾ. അവരെപ്പോഴും ലോങ് ടേം ആയിട്ട് ചിന്തിക്കും, ഒരു ടീം പ്ലെയർ ആയിരിക്കും, സ്ഥിരമായി വാല്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, പിന്നെ സ്വന്തം ഈഗോയേക്കാൾ ടീമിന്റെ വിജയത്തിലായിരിക്കും അവരുടെ ശ്രദ്ധ. ഇങ്ങനെയുള്ളവരെയാണ് ഏത് ഓർഗനൈസേഷനും മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ നമ്മൾ ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ കൈവിടുന്നു. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് ദീർഘകാലത്തേക്ക് ഒരു മൂല്യമുണ്ടാക്കാൻ നാളെ മുതൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്നിട്ടത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം.